വിലക്കയറ്റത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാകുമ്പോൾ കടുത്ത പ്രതിസന്ധിയിൽ ഇറാൻ ഭരണകൂടം. രാജ്യത്ത് ജനങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അമേരിക്ക. തെരുവിലെ പൊതുജനങ്ങളുടെ രോക്ഷത്തിനും അമേരിക്കയുടെ കർശനമായ ആവശ്യങ്ങൾക്കും ഭീഷണികൾക്കുമിടയിൽ നേതാക്കൾ കുടുങ്ങിയിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്ക ഇടപെടാമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. പ്രക്ഷോഭം മുന്നോട്ടു പോവുകയും അമേരിക്ക ഇടപെടുകയും ചെയ്താൽ നിലവിലുള്ള അവസ്ഥ അപകടകരമാവുമെന്ന് ഒരു ഇറാനി ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ജൂണിൽ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാന്റെ സാമ്പത്തികാവസ്ഥ കൂടുതൽ വഷളായിട്ടുണ്ട്. അതിനിടെയാണ് പൊതുജനം ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങിയത്. വെനസ്വേലയിലെ US നടപടിക്ക് ശേഷം ട്രംപിന്റെ ആക്രമണോത്സാഹ വിദേശ നയത്തിന്റെ അടുത്ത ഇര ഇറാൻ അയക്കുമെന്ന് അധികൃതർ ഭയപ്പെടുന്നുവെന്നും റോയിട്ടേഴ്സ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറാനിയൻ സമ്പദ് വ്യവസ്ഥ വർഷങ്ങളായി US അടക്കമുള്ള പാശ്ചാത്യ ശക്തികളുടെ ഉപരോധങ്ങളിൽ തകർന്ന അവസ്ഥയിലാണ്. കൂടാതെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളിൽ സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ 1000-ലേറെ പേർ കൊല്ലപ്പെടുകയും അതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആണവ കേന്ദ്രങ്ങൾക്കും തകരാറുകൾ സംഭവിച്ചു. ദിവസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്ക് പിന്നാലെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം ഇറാൻ അവസാനിപ്പിച്ചതായുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു. വിലക്കയറ്റത്തെയും നാണയപ്പെരുപ്പത്തെയും തുടർന്ന് ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 35ആയി. ഒട്ടേറെ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പ്രക്ഷോഭത്തിന് ഇറങ്ങിയവരെ ഇറാൻ ഭരണകൂടം ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾ ഇടപെടുമെന്ന അമേരിക്കയുടെ ഭീഷണിക്ക് മറുപടിയായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും കലാപകാരികളെ ഒതുക്കി നിർത്താൻ അറിയാമെന്നും ഖമേനി പറഞ്ഞിരുന്നു. ഏകാധിപതിക്ക് മരണം എന്ന മുദ്രാവാക്യം വിളിച്ചാണ് തെരുവിൽ ചിലർ പ്രതിഷേധിക്കുന്നത്. 2022 അവസാനത്തിൽ കുർദ് വനിത മഹ്സ അമിനിയുടെ മരണത്തെ തുടർന്നുണ്ടായ ദേശീയ പ്രതിഷേധങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭത്തിനാണ് ഇറാൻ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കൂടാതെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ വർദ്ധിച്ചു വരുന്ന ജീവിത ചൊൽച്ചിലിനെതിരെ രോക്ഷം ആളിക്കത്തിച്ച പ്രസ്ഥാനത്തിന്റെ 7ാം ദിവസമായ ശനിയാഴ്ച രാജ്യവ്യാപകമായി നിരവധി നഗരങ്ങളിൽ പ്രതിഷേധം നടന്നിരുന്നു. 2022-23 കാലഘട്ടത്തിൽ ഇറാനിൽ നടന്ന ഒരു പ്രക്ഷോഭത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധമാണിത്. 100 കണക്കിന് പേർ കൊല്ലപ്പെടുകയും 1000 കണക്കിന് പേർക്ക് അറസ്റ്റിലാവുകയും ചെയ്ത ഒരു നടപടിയിലൂടെ അധികാരികൾ ആ പ്രതിഷേധത്തെ അടിച്ചമർത്തിയെന്ന് ആക്ടിവിസ്റ്റുകൾ പറയുന്നു. കൂടാതെ ഞായറാഴ്ച ടെഹ്റാനിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ മാർക്കറ്റിലാണ് പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. തലസ്ഥാനത്തെ സർവകലാശാലകളിലടക്കം പ്രതിഷേധം തുടർന്നു. ഇസ്ഫഹാൻ, യൂസ്, സഞ്ജൻ തുടങ്ങി മറ്റു നഗരങ്ങളിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾ ശക്തമായതോടെ ഇറാന്റെ സെൻട്രൽ ബാങ്ക് മേധാവി മുഹമ്മദ് റസ ഫർസിൻ രാജിവെച്ചിരുന്നു. പകരം മുൻ സാമ്പത്തിക മന്ത്രി അബ്ദുൾ നാസർ ഹുമാദിയെ ആ സ്ഥാനത്തേക്ക് നിയമിച്ചതായി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. 2025 ഇറാന്റെ GDP 1.7%, 2026 2.8% കുറയുമെന്ന് ലോകബാങ്ക് പ്രവചിച്ചതോടെ സമ്പദ് വ്യവസ്ഥ നിലവിൽ മാന്ദ്യത്തിന്റെ ഭീഷണിയിലാണ്. ഒക്ടോബറിൽ പണപ്പെരുപ്പം 40 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 48.6% എത്തിയിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.